ഇതാരാണെന്ന് മനസ്സിലായോ? ക്രൈസ്തവനാണ്. എബിൻ കോലഞ്ചേരി, എറണാകുളത്തുകാരനാണ്. ഒരുപാട് കാലം മലപ്പുറത്ത് ജീവിച്ച് ഫാമിലി അടക്കം. ഇയാൾക്ക് പറയാനുണ്ട് വെള്ളാപ്പള്ളിയോട്. മലപ്പുറംകാരുടെ നന്മ, മലപ്പുറത്തിൻ്റെ സ്നേഹം. ഒരു ക്രൈസ്തവനായ എബിൻ കോലഞ്ചേരി എറണാകുളംകാരനാണ്. കുറേ കാലം ഫാമിലി ആയിട്ട് മലപ്പുറത്ത് താമസിച്ചു. ഇപ്പോൾ അയാൾ വെള്ളാപ്പള്ളിക്കും എല്ലാ വർഗീയവാദികൾക്കും, മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും ഒക്കെ നിരന്തരം തെറി വിളിക്കുന്ന എല്ലാ വർഗീയവാദികൾക്കും നല്ല ഒരു മറുപടി കൊടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. അയാൾ കുറേ കാലം, ഈ എബിൻ കോലഞ്ചേരി കുറേ കാലം മലപ്പുറത്ത് ഫാമിലി ആയിട്ട് താമസിച്ചാണ്, എറണാകുളത്തുകാരനാണ്. അപ്പോൾ അയാൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ മലപ്പുറത്തിനെ കുറിച്ച് വെള്ളാപ്പള്ളിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഇട്ടിട്ട് ഇപ്പം നന്നാക്കി കണക്കിന് മറുപടി കൊടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വന്നത്. നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പോകാം. കുറെ ചാണക സംഖ്യകളും കൂടി മലപ്പുറത്തിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എബിൻ ബ്രോ ഉണ്ടല്ല, ഇന്ന് രാവിലെ മലപ്പുറത്തിനെ പറ്റി നല്ലൊരു വീഡിയോ ചെയ്ത് മൂപ്പർ മലപ്പുറത്ത് ജീവിക്കുമുണ്ടായ മൂപ്പരുടെയും മൂപ്പരുടെ കുടുംബത്തിന്റെയും നല്ലൊരു അനുഭവം. നമുക്ക് എന്തായാലും ക്രൈസ്തവനായ എബിൻ ബ്രോ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ ആ മനോഹരമായ വീഡിയോ കണ്ടിട്ട് വന്നാലോ. മലപ്പുറത്ത് മൂപ്പരും മൂപ്പരുടെ കുടുംബവും താമസിക്കുണ്ടായ ഒരു ക്രിസ്മസ് കാലഘട്ടത്തെ കുറിച്ചാണ് മൂപ്പര് പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടിട്ട് വന്നാലോ. നമസ്കാരം. മലപ്പുറത്ത് ക്രിസ്മസ് കരോൾ നടത്തിയാൽ തല വെട്ടുമോ? ഇത് ഈയിടെ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലൊക്കെ ക്രിസ്മസ് കരോളുകൾക്കെതിരെ നടന്ന ഒരു അക്രമത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്ന ഒരു കമന്റാണ് കേട്ടോ. ഇതൊന്നും മലപ്പുറം ജില്ലയിൽ നടത്തി നോക്ക്, അപ്പൊ അറിയാം വിവരം. ജിഹാദികൾ തലവെട്ടും. ഇനി ഞാൻ എന്റെ കഥ പറയാം. എനിക്ക് 3.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിലെത്തുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വലിയ കുന്ന് എന്ന സ്ഥലത്താണ് എന്റെ 3.5 വയസ്സുള്ളപ്പോൾ എന്റെ പാരന്റ്സ് എന്നെ കൊണ്ട് താമസിക്കാനായിട്ട് വരുന്നത്. എന്റെ മദർ ടീച്ചറായിരുന്നു, പാരന്റ്സ് കോപ്പറേറ്റ് ഇൻസ്പെക്ടർ ആയിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് ഈ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ഒത്തിരി പേര്, എറണാകുളം കോട്ടയം ജില്ലകളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് ഒരുപാട് പേര് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലേക്ക് വരുമായിരുന്നു. മലപ്പുറം ജില്ലയല്ല, ഈ വടക്കോട്ട് വരുമായിരുന്നു. അന്നൊക്കെ ടീച്ചേഴ്സിന് ഇഷ്ടപാട് ചാൻസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. അന്ന് ഞങ്ങൾ ഈ വരുന്ന സമയത്ത് ഈ വലിയകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം വിരലെണ്ണാവുന്ന എന്ന് പറയുന്ന 1-2 ക്രിസ്ത്യൻ ഫാമിലികളേ ഉള്ളൂ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരും പറയും പോലെ ജിഹാദികളായ മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ കൂടി ഒരുമിച്ച് നല്ല സാഹോദര്യത്തോടെ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു അന്നും ഇന്നും. അന്ന് ഞങ്ങളവിടെ എത്തി. അന്ന് ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒന്നും സജീവമാവാത്തോണ്ടേ അന്ന് ഈ ക്രിസ്ത്യൻസിന്റെ പരിപാടികളും ക്രിസ്ത്യൻ പള്ളികളോ അല്ലെങ്കിൽ ഈ കരോളുകളൊന്നും അവിടെ ഒട്ടും അവിടെയുള്ള ആളുകൾക്ക് അത്ര യൂസ്ഡ് അല്ല. ഞങ്ങളുടെ എടവപ്പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ പള്ളി വലിയ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ മുറി എടുത്ത് ഇതേപോലെ വന്ന കുറെ ടീച്ചേഴ്സും കുറെ അധ്യാപകരെ കൂടിയിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ ഒരു ആഴ്ചയിൽ ഒരു മാസത്തിൽ 1-2 കുർബാനകൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കുറ്റിപ്പുറം എന്ന സ്ഥലത്ത് ഒരു 15 കിലോമീറ്റർ ദൂരെ ഒരു സ്വന്തമായിട്ട് പള്ളിയും കാര്യങ്ങളൊക്കെ പണിതു. പിന്നീട് ഈ പള്ളിയുടെ കരോളുകാരും ഒക്കെ ഉണ്ടായി. അപ്പൊ എനിക്കൊക്കെ ചെറുപ്പം കഴിഞ്ഞ് കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഈ കരോളുകൾ പണ്ടേ പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇടവക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇടവകൾ. കാരണം പല ആളുകളും പല സ്ഥലങ്ങളിലാണ് താമസം. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. അപ്പൊ തന്നെ ഈ ഇന്ന് വിദേശത്തൊക്കെ നടക്കും പോലെ 24-24 തീയതി അല്ല അന്ന് കരോള്. അതെന്ന് വെച്ചാൽ ഏകദേശം ഡിസംബർ 1 കരോള് തുടങ്ങും. കാരണം ഈ 25 തീയതി ആകുമ്പോഴേക്കും പലരും നാടുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഈ പരിപാടികളൊക്കെ കഴിക്കണം. അന്നൊരു 1-ാം തീയതി 2-ാം തീയതി ആകുമ്പോഴേക്കും ഈ കരോൾ സംഘങ്ങള് 2 ജീപ്പുകളിലൊക്കെ ആയിട്ട് കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. പക്ഷെ കരോളൊക്കെ അന്ന് ഈ സിനിമയിൽ മാത്രം കണ്ടുപരിചയം അവിടുത്തെ ആളുകൾക്കുള്ളൂ. കാരണം ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കരോളും മറ്റു പരിപാടികളൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പല മേഖലകളിൽ ചെല്ലുമ്പോൾ അന്നും ഈ പറയുന്ന പോലെ മുസ്ലിംസും ഹിന്ദുസും മാത്രമുള്ള ഏരിയയിലാണ് 1-2 ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടാവുക. അന്ന് രാത്രി 10 മണി 11 മണി 12 മണി രാത്രിക്കാണ് ഈ കരോൾ അവിടെ എത്തുക. അപ്പൊ ഈ കരോൾ എത്തുമ്പോൾ അവിടെയുള്ള ചുറ്റുവട്ടത്തിലെ ആളുകളെല്ലാം തടിച്ചുകൂടും. കാരണം ഈ പാട്ടും ഇതൊക്കെ കേൾക്കല്ലേ, ഇവർ സിനിമയിൽ മാത്രം കണ്ടുപരിചയമുള്ള സംഭവമാണല്ലോ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഭയങ്കര ആഘോഷപരം എല്ലാവരും നമ്മളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കിയിട്ട് യാത്രയാക്കും. അതുപോലെ തന്നെ പല ആളുകളും പല ഫാമിലിയും അവരുടെ വീട്ടിൽ നിന്ന് പാടുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നത്തെ കാലത്തൊന്നും ആരുടെയും തല വെട്ടിയതായിട്ട് ചരിത്രമില്ല. ഇന്നും ഇതേപോലെ തന്നെ ഈ പള്ളികളിൽ ഇത്ര ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഇന്നും ഇതേപോലെ ഒരുപാട് ക്രിസ്മസ് കരോളൊക്കെ നടത്തുന്നുണ്ട്. ഇന്നും മലപ്പുറം ജില്ലയിൽ ആരെയും തലവെട്ടിയായിട്ട് ചരിത്രമില്ല. പിന്നെ ഈ ജിഹാദികളോട് തലവെട്ടും എന്ന് പറയുന്നതോട് പറയാനുള്ളത്, നല്ല സഹോദരത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേട്ടോ അവിടെ. അതിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മലപ്പുറം ജില്ല പാകിസ്ഥാനാണ്, മലപ്പുറം ജിഹാദികളാണ്. അവിടെ ജീവിക്കുന്ന ഹിന്ദു സഹോദരന്മാര് വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരോടൊക്കെ വ്യക്തിപരമായി ആരെയോട് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ യാതൊരു കുഴപ്പവും ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ കഴിയും. കാരണം എന്റെ ചെറുപ്പം മൂലം പഠിച്ചു വളർന്നതല്ല ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇച്ചിരി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. ഞാൻ അതിനെ എതിർക്കും അവരെ കുറ്റം പറയുമ്പോൾ. കാരണം അവരുടെ സ്നേഹവും അവരുടെ ലാളനെല്ലാം അനുഭവിച്ച് വളർന്നത്. ഇന്നും എന്റെ സുഹൃത്ത് ബന്ധങ്ങളും പലരും അവിടെ തന്നെയാണ്. എനിക്കെന്റെ നാളായ എറണാകുളത്ത് ഇത്രയും സുഹൃത്തുക്കളൊന്നുമില്ല. എന്റെ സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ മനസ്സും പലതും ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട്
ഈ നല്ലൊരു രീതിയിൽ കിടക്കുന്ന സമൂഹത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് തീവ്രവാദികളാക്കി മാറ്റരുത് പ്ലീസ്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്നെ ഒരുപാട് സഹായിച്ച മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, ഇപ്പോഴും സഹായിക്കുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവരെ പറയുമ്പോൾ എനിക്ക് നല്ലോണം കുരുപൊട്ടും സംഘികളെ. പിന്നെ ഇതൊക്കെയാണ് മലപ്പുറത്ത് പണ്ട് ജീവിച്ചിരുന്നവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരായ എല്ലാ ഹിന്ദുക്കൾക്കും ക്രൈസ്തവർക്കും പറയാനുള്ളത്. മലപ്പുറത്തിന്റെ നന്മയും മലപ്പുറത്തെ മുസ്ലിങ്ങളുടെയും നന്മയും സ്നേഹം മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. പക്ഷെ എന്താ ചെയ്യാ, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളെ സംഖ്യക്ക് എങ്ങനെ കുരുപൊട്ടാതിരിക്കും? എന്തായാലും ഈ വീഡിയോന്റെ താഴെ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ക്രൈസ്തവരായ 1-2 ആൾക്കാരുടെ കമന്റ് ആദ്യം ഞാൻ വായിക്കാം. ആൽവിൻ ജോസഫ് ടോണി: എന്റെ സർവീസിൽ 5 വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോഹിനൂർ കുടുംബസമേതം താമസിച്ചിരുന്നു. ഇന്നും ഹൃദ്യമായ അനുഭവം. നല്ല മനുഷ്യർ. റാഫി അബ്ദുള്ള കോയ, ഡോക്ടർ രാധാസ് ബേക്കറി, കാളിയേടത്തി. നന്മയുള്ള നല്ല മനുഷ്യർ. ഇനി അടുത്തത് മഹേഷ് കെ ജോയി എന്ന ഒരു ക്രൈസ്തവന്റെ: മുടങ്ങാതെ എല്ലാ കൊല്ലവും ക്രിസ്മസ് കരോൾ നടത്താറുണ്ട്. പള്ളിയിൽ നിന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും സഹകരണം നൽകാറുമുണ്ട്. മലപ്പുറം ജില്ലക്കാർ ആഘോഷം ഏതായാലും ഒരുമിച്ച് തന്നെ. അതിലാരും കുത്തിത്തിരിപ്പുമായി ഈ വഴി വരേണ്ട. ഇനി അടുത്തത് രാജൻ പനക്കൽ എന്ന ഒരു ഹിന്ദുവിന്റെ കമന്റ് ഞാൻ വായിച്ചുതരാം. മലപ്പുറം അതൊരു വേറെ ലെവൽ. നല്ല സ്നേഹമുള്ള സമൂഹം. വീട്ടിൽ വിരുന്ന് സൽക്കാരം അത് അനുഭവിച്ചറിയണം. അങ്ങനെ ഇതിൽ ഒരുപാട് ക്രൈസ്തവരുടെയും ഹിന്ദുവിന്റെയും ഒരുപാട് കമന്റ് ഉണ്ട്. എല്ലാം പോസിറ്റീവ് കമന്റ് മാത്രം. മലപ്പുറത്തെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന കമന്റുകൾ മാത്രം ഈ വീഡിയോക്കുള്ളത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഹൈന്ദവന്റെ കമന്റ് ക്രൈസ്തവന്റെ കമന്റ് എന്നെല്ലാം പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ വേറെന്താ ചെയ്യാ, ഈ കെട്ട കാലത്ത് സംഘി വർഗീയവാദികളെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടാ, എന്നെ പോലെ തന്നെ സംഘികളെ കുരുപൊട്ടിക്കുന്ന വേറൊരാളെ കണ്ടുപിടിച്ചല്ലേ ഞാൻ. അതുകൊണ്ട് മലപ്പുറത്തെ കുറിച്ചോ മുസ്ലിങ്ങളെ കുറിച്ചോ ഒരു ചുക്കും ചുണ്ണാൻ പോരണ്ട് ഇങ്ങനെ വന്ന് വിടുവായത്തപ്പെടുന്ന ചാണക സംഖ്യകളെ നിങ്ങൾ ആദ്യമല്ല അവരൊന്ന് മനസ്സിലാക്കാൻ നോക്കി. നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല, അവർ നിങ്ങളെ സ്നേഹിക്കും, പൊന്നുപോലെ സ്നേഹിക്കും. അപ്പോഴെങ്കിലും നിങ്ങളെ തലയിലുണ്ടല്ല ആ ചാണകവും വർഗീയതയും ചിലപ്പോ അങ്ങ് പോയി പോകും. അങ്ങനെ പോയാലുണ്ടല്ല നിങ്ങൾ നല്ല മനുഷ്യന്മാരാവും. പിന്നെ നിങ്ങൾക്ക് രാത്രിയിലെ സുഖസുന്ദരമായ ഉറക്കം വരും. ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഊണിലും ഉറക്കത്തിലും വർഗീയത മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഉറക്കം വരും? അതുകൊണ്ട് തൽക്കാലം ഉണ്ടല്ലോ വിശകലേന്റെയും കേസില്ലാ വക്കീലായ കൃഷ്ണരാജില്ലേ, മൂപ്പറൊന്നും പറയുന്നത് കേൾക്കാതെ എന്നെ പോലും എബിൻ ബ്രോനെ പോലെ ഉണ്ടല്ല നല്ല മനുഷ്യന്മാരെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കി. അപ്പൊ നല്ല ഉറക്കം കിട്ടും ചാണക സംഖ്യകളെ. അപ്പൊ എന്നെ പോലെ തന്നെ സംഖ്യകളെ കുരുപൊട്ടിച്ച് നടക്കുന്ന എബിൻ ബ്രോക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ. അപ്പൊ എല്ലാവരും കേട്ടില്ലല്ലേ? ഇത് നമ്മളിപ്പോടി കേട്ടതാ. ടീച്ചർമാരുതായാലും അമ്മമാരുതായാലും സഹോദരിമാരുതായാലും ഹിന്ദുക്കളുതായാലും ക്രിസ്ത്യാനികളുതായാലും ഒരുപാട് നമ്മൾ കേട്ടതാ. അന്യ ജില്ലയിൽ നിന്ന് വന്ന ആളുകളാണ് ഈ വെള്ളാപ്പള്ളി വർഗീയവാദി, PC ജോർജ്, കെന്നഡി, സോൺ ജോർജ്, സംഘപരിവാർ, RSS, BJP, പിന്നെ ഇതിൻ്റെയൊക്കെ മേലെ വർഗീയത കളിക്കുന്ന CPM നേതാക്കളും. ഇവർക്കൊക്കെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ഹൈന്ദവരും ക്രിസ്ത്യാനികളും മറ്റ് മതസ്ഥരും തന്നെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് മലപ്പുറം വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വെള്ളാപ്പള്ളി വർഗീയവാദിക്ക് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദി അത് വെള്ളാപ്പള്ളി. അതിനെ കൊണ്ടുനടക്കുന്ന ആൾ പിണറായി സഖാവാണ് ഈ വെള്ളാപ്പള്ളിക്ക് മരുന്ന് കൊടുക്കുന്നത്, വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ കൊണ്ടുനടക്കുന്ന പിണറായി സഖാവിനടക്കം ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ എബിൻ കോലഞ്ചേരി വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മലപ്പുറത്തുണ്ടായപ്പോഴൊക്കെയുള്ള കരോൾ പരിപാടി, ക്രിസ്മസ് പരിപാടി, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് എബിൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മളെ ഹൈന്ദവ സഹോദരനായ യൂട്യൂബർ നമ്മൾക്ക് വേണ്ടി സമർപ്പിച്ചു. അയാൾക്ക് ഒരു ബിഗ് സല്യൂട്ട്.